The life of Dalit people is very miserable, and it is evident even in our epics. Here we are discussing such a topic, Shambuga by Shashi Madhuravali. ശശി മധുരവേലിയുടെ ശംഭുക എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ദ ഓഥർ വാസ് ബോൺ അറ്റ് കോട്ടയം ആൻഡ് ദ നെയിം ഓഫ് ദ പ്ലേസ് ഇസ് മധുരവേലി. കോട്ടയം ജില്ലയിലെ മധുരവേലി എന്ന സ്ഥലത്താണ് നമ്മുടെ ശശി മധുരവേലി അദ്ദേഹം ജനിച്ചത്. ആൻഡ് ഹിസ് പോംസ് ആർ ഫോഴ്സ്ഫുൾ ആൻഡ് പവർഫുൾ. അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകത വളരെ ശക്തമായ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ശക്തമായ ഒരു മോറലുള്ള കഥകളായിരിക്കും അല്ലെങ്കിൽ സ്റ്റോറീസ് ആയിരിക്കും അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കാം. ആൻഡ് ഹിസ് വർക്ക്സ് ഓഫൻ ഗോ ബിയോണ്ട് പേഴ്സണൽ എക്സ്പീരിയൻസസ്. പേഴ്സണൽ എക്സ്പീരിയൻസിനും അപ്പുറത്തുള്ള ഇതിവൃത്തങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ശംഭുക is a Shudra ascetic who was killed by Rama for performing tabas in violation of dharma, which resulted in bad karma, causing the death of a Brahmin's son. ശംഭുകൻ നമ്മൾ പറഞ്ഞു ഒരു ദളിതാണ്. നമ്മളുടെ ദളിതരുടെ ജീവിതം വളരെ ശോചനീയമായ ജീവിതം. നമുക്ക് പുരാണങ്ങളിൽ പോലും ആ ഒരു ശോചനീയ അവസ്ഥ കാണാൻ സാധിക്കും എന്നതിന്റെ എക്സാമ്പിൾ ആണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ് ശംഭുകൻ. ശംഭുകൻ ഒരു ശൂദ്രജാതിയിൽപ്പെട്ട തപസ് ചെയ്ത വ്യക്തിയാണ്, അതായത് ഒരു സന്യാസിയാണ്. അദ്ദേഹം തപസ് ചെയ്ത് ആ ഒരു പ്രീതിയിലൂടെ, ആ ഒരു ദേവപ്രീതിയിലൂടെ അദ്ദേഹത്തിന് മുന്നേറാൻ കഴിയുന്നു. പക്ഷെ ആ ഒരു ദേവപ്രീതിയിൽ അദ്ദേഹം മുന്നോട്ടേക്ക് പോകുന്നു എങ്കിലും ആ ഒരു ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നു. അത് മാത്രമല്ല, അത് വയലേഷൻ ഓഫ് ധർമ്മത്തിനെതിരാണ്. കാരണം ശൂദ്രന്മാർ ഒരിക്കലും തപസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദൈവത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര 4 ജാതിയാണ്. അതിൽ ബ്രാഹ്മണർക്ക് മാത്രമാണ് ഈശ്വരനെ തപസ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് തപസ് ചെയ്യാനും പൂജകൾ ചെയ്യാനും ഒക്കെ അനുവദിക്കപ്പെട്ട ആ ഒരു വർഗം എന്നത് ബ്രാഹ്മിൻസ് ആണ്. അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആ ഒരു ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ശൂദ്രന്മാരുടെ ജോലി അത് മറ്റുള്ളവരെ സേവിക്കുക, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ദൈവത്തെ സേവിക്കുക എന്നുള്ളത് ആ ധർമ്മത്തിന്, ആ ഒരു ചിട്ടയ്ക്ക് എതിരാണ്. അങ്ങനെയുള്ള ആ ഒരു ചിട്ട അല്ലെങ്കിൽ ആ ദൈവത്തെ പൂജിച്ചതിന്റെ പേരിൽ ഒരു ബ്രാഹ്മണന്റെ മകൻ മരിക്കാനിടയാകുന്നു. അത് ഈ ശൂദ്രന്റെ കർമ്മ ഫലമാണ്. അതായത് ആ സമൂഹം അംഗീകരിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് എന്നതിന്റെ പേരിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ രാമൻ ഇദ്ദേഹത്തെ കൊല്ലുന്നു. അങ്ങനെ ഒരു തപസ് ചെയ്തതിന്റെ പേരിൽ രാമനാൽ കൊല്ലപ്പെട്ട ശൂദ്രനാണ് ശംഭുകൻ. And it is not included in the original epic, and it is seen in the Uttarakanda, a part of Valmiki Ramayana. ഈ ഒരു കഥ, ശംഭുകന്റെ ഈ കഥ ഒറിജിനൽ രാമായണത്തിൽ ഇല്ലാത്തതാണ്. പിന്നീട് അത് ഉത്തരാഖണ്ഡത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കഥയാണ്. And Shambhuga is alluded in Mahabharata, and it is said that he is the son of Shurpanakha. ശംഭുക എന്ന കഥാപാത്രത്തെ നമുക്ക് മഹാഭാരതത്തിലും കാണാൻ സാധിക്കും. മഹാഭാരതത്തിലെ കഥാപാത്രം ശൂർപ്പണഖയുടെ മകനായിട്ടാണ് അവിടെ നമുക്ക് ശംഭുകനെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഈ ഒരു ശംഭുക എന്ന കഥയുടെ പശ്ചാത്തലം. ആൻഡ് ഇൻ ദിസ് പോം, ഇവിടെ ഈ ഒരു കവിതയില് ശശി മധുരവേലി അറ്റംപ്റ്റ്സ് ടു റീവർക്ക് ദ രാമായണ. ഈ ഒരു കൃതിയില് ആ രാമായണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതുന്നത്. ആൻഡ് ദ പോം ട്രാവൽസ് ത്രൂ പ്രസന്റ് ആൻഡ് പാസ്റ്റ്. കഴിഞ്ഞ കാലത്തും അതേപോലെ തന്നെ വർത്തമാന കാലവും രണ്ടും കൂടി മിക്സ് ചെയ്ത് ആണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ പോയിറ്റ് കൺസിഡേഴ്സ് ശംഭുക ആസ് എ മാട്രിയർ. ഇവിടെ ഈ കവിതയില് ശംഭുകനെ ഒരു രക്തസാക്ഷിയായിട്ടാണ് കാണുന്നത്. നമ്മുടെ കവി കാണുന്നത്, ഇതിലെ നരേറ്റർ കാണുന്നത് ഒരു രക്തസാക്ഷിയാണ് ശംഭുകൻ. Okay, then we can move on to the poem.
എ മാർട്ടിയർ വാസ് ബോൺ ഫ്രം ദ ശൂദ്രാസ് തപസ്. അദ്ദേഹം ശശി മധുരവേലി അദ്ദേഹം പറയുന്നു, എ മാർട്ടിയർ വാസ് ബോൺ, ഒരു രക്തസാക്ഷി ജനിച്ചിരിക്കുന്നു, ഫ്രം ദ ശൂദ്രാസ് തപസ്, ശൂദ്രന്റെ തപസ്സിലൂടെ ഒരു രക്തസാക്ഷി, അതായത് ശംഭുകന്റെ തപസ്സിലൂടെ ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കുന്നു. ശംഭുക, ഡിഡ് യു നോട്ട് നോ ദാറ്റ് chewing and spitting our Vedanta was not your way? ചോദിക്കുന്നു, അല്ലയോ ശംഭുക, എന്താണ് നിനക്ക് അറിയില്ലേ? എന്താ അറിയാത്തത്? ദാറ്റ് chewing and spitting our Vedanta was not your way. ചൂയിങ് ആൻഡ് സ്പിറ്റിങ്, അതായത് ചവച്ച് തിന്നുക, ഇവിടെ പഠിക്കുക, ആ നമ്മളുടെ വേദാന്തങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് നിനക്ക് പറ്റിയ പണിയാണെന്ന് നിനക്കറിയോ? അല്ലെങ്കിൽ നിനക്ക് പറ്റില്ല എന്ന് നിനക്കറിയില്ലേ? നിനക്ക് പറ്റാത്ത പണിയാണിത്. കാരണം ഈ വേദാന്തങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഉപനിഷത്തുകളും മറ്റ് പുസ്തകങ്ങളൊക്കെ, മഹാഭാരതം, രാമായണം, അങ്ങനെയുള്ള എല്ലാ കൃതികളും പഠിക്കുക എന്നുള്ളത് നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് നിനക്കറിയില്ലേ? കാരണം നീ ശൂദ്രജാതിയിൽപ്പെട്ടവനാണ്. ഇത് അനുവദിക്കപ്പെട്ടത് ബ്രാഹ്മിൻസ് മാത്രമാണ്. അത് നിനക്കറിയില്ലേ? ആൻഡ് വാട്ട് വാസ് യുവർ റോൾ ഇൻ ദ പ്രൊഫൈൻ ലൈഫ് ഓഫ് ദ പീപ്പിൾ? പ്രൊഫൈൻ മീൻസ് ഇവിടെ ഹോളി ലൈഫ്, വളരെ സ്പിരിച്വലിസ്റ്റിക് ആയിട്ടുള്ള അവിടെ ഒരു ഐറോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് പറയുന്നത് അവിടെ. വാട്ട് വാസ് യുവർ റോൾ? നിന്റെ റോൾ എന്താ ഇവിടെ? ഇൻ ദ പ്രൊഫൈൻ ലൈഫ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ പ്രൊഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിശുദ്ധമായ, സെറൈൻ, ഹോളി, അല്ലെങ്കിൽ എന്താണ്, വളരെ പവിത്രമായിട്ടുള്ള ജീവിതം. ഇവിടെ പവിത്രമായ ജീവിതം എന്ന് പറയുന്നത് ഹയർ കാസ്റ്റിനെ സൂചിപ്പിക്കുകയാണ്. അത് ഐറോണിക്കലായിട്ട് പറയുകയാണ്. അങ്ങനെയുള്ള ജീവിതത്തിൽ, അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിന്റെ റോൾ എന്താ? കാരണം നിന്റെ അവസ്ഥ അല്ലെങ്കിൽ നിന്റെ ജോലി എന്നുള്ളത് നീ ശൂദ്ര കമ്മ്യൂണിറ്റിയിലുള്ളവനാണ്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവനാണ്. ആ പണി നീ ചെയ്താൽ പോരെ, നീ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോയത്? ആൻഡ് ആൻ ഇന്റലിജന്റ് സ്റ്റീഡ് ഹാർഡൻഡ് ആൻഡ് വിറ്റ്. നീ ആരാണ്? യു ആർ ആൻ ഇന്റലിജന്റ് സ്റ്റീഡ്. നീ ഒരു ബുദ്ധിമാനായ ഒരു കളയാണ്, ഒരു കളച്ചെടി, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു ചെടിയാണ്. ആൻഡ് ദാറ്റ് വാസ് ഹാർഡൻഡ് ആൻഡ് വിറ്റ്. ആ കളച്ചെടിയെ, ഒന്നിനും കൊള്ളാത്ത പാഴ്ചെടി പോലത്തെ നിന്നെ ചവിട്ടി മെതിച്ച് ചവിട്ടി ഉരച്ച് കളഞ്ഞതല്ലേ? കാരണം നിനക്ക് പറ്റിയ പണിയല്ല. നീ കുറേ ചെടികൾക്കിടയിൽ, നല്ല ചെടികൾക്കിടയിലുള്ള ഒരു കളയാണ് നീ. ഇവിടെ ആ ഒരു ഐറോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണുന്നത്. അങ്ങനെയുള്ള നിന്നെ ചവിട്ടി മെതിച്ച് ചവിട്ടി അരച്ച് കളഞ്ഞതല്ലേ? നിനക്കൊരു റോളും ഉണ്ടോ അവിടെ? ആൻഡ് നോ ഓർഡിൽ ഫോർ അവർ സീത and a mere pack of fish or beetle or chew and spitting. ഇനി നിന്റെ സീത, നോ ഓർഡിൽ, ഓർഡിൽ മീൻസ് പ്രതിജ്ഞ, ഫോർ യുവർ സീത, നിന്റെ സീതയെ സംബന്ധിച്ചിടത്തോളം, അതായത് ആ ഒരു ഇന്റർപ്രിട്ടേഷനാണ് ഇവിടെ. സ്ത്രീകളുടെ അവസ്ഥയും ഇതേ അവസ്ഥ തന്നെയാണ്. കാരണം പുരുഷ മേധാവിത്വം, പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ അധീനതയിലുള്ള ആ സ്ത്രീ സമൂഹവും അവരുടെ അവസ്ഥയും ഇതിനേക്കാളും മോശമാണ്. അതാണ് പറയുന്നത്, നോ ഓർഡിൽ ഫോർ യുവർ സീത, നിന്റെ സീതയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതിജ്ഞയുമില്ല. എ മിയർ പാക്ക് ഓഫ് ഫിഷ്, ഒരു കൂട്ടം മീനുകളുടെ ഇടയിലെ ഒന്ന് മാത്രമാണ്, അതായത് ഇവിടെ സ്ത്രീകളുടെ ഇടയിലെ ഒന്ന് മാത്രമാണ് സീത. സീതയ്ക്ക് പ്രത്യേകമായിട്ടുള്ള റോളൊന്നുമില്ല. കാരണം രാമനാണ് അവിടെ വലുത്. സീത എന്ന ആ ഒരു പവിത്രമായ ജീവിതം നയിച്ചു. രാവണൻ, നമുക്കറിയാം സീതയുടെ കഥ. രാവണൻ തട്ടിക്കൊണ്ടുപോയി, പക്ഷേ രാവണൻ തൊട്ടിട്ടില്ല. ഏതോ ഒരു അലക്കുകാരൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ, അങ്ങനെ പോയ പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒഴിവാക്കിയ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട ഭാര്യയാണ് സീത. അപ്പൊ അത്രത്തോളം ഒരു റോളും ഇല്ലാത്ത ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഒരു റോളും ഇല്ലാത്ത, പാട്രിയാർക്കൽ സമൂഹത്തിൽ ഒരു റോളും ഇല്ലാത്ത ഒന്നാണ് സീതയും. ആൻഡ് എ ബീറ്റൽ ഓർ ച്യൂ ആൻഡ് സ്പിറ്റഡ്, വെറ്റില പോലെ ചവച്ച് തുപ്പിക്കളയുന്ന ഒരു വസ്തു എന്ന് തന്നെ പറയാം. അത്രത്തോളം റോളില്ലാത്ത ഒന്നാണ് സീതയും. ആൻഡ് എബണി ചിൽഡ്രൻ ഹങ്കർ ആൻഡ് മിസ്ചീഫ് യൂസ്ഡ് ബീറ്റ് ദ ഡ്രം ഓഫ് അവർ ടൈംസ്. ആൻഡ് എബോണി ചിൽഡ്രൻ, എബോണി ചിൽഡ്രൻ മീൻസ് ദളിത് ചിൽഡ്രൻ.
ആ കുട്ടികൾ, ദളിതരായിട്ടുള്ള കുട്ടികൾ, ഹങ്കർ ആൻഡ് മിസ്ചീഫ്യൂസ്ഡ് ആൻഡ് ദേ ആർ മിക്സ്ഡ് വിത്ത് ഹങ്കർ ആൻഡ് മിസ്ചീഫ്. കാരണം വിശപ്പാണ്, വിശപ്പ് കൊണ്ടവര് എന്തെങ്കിലും കുസൃതി തരങ്ങൾ ഒപ്പിക്കും. അതായത് ഇപ്പുറത്തൊക്കെ പോയിട്ട് കട്ട് തിന്നുന്ന അവസ്ഥ, അല്ലെങ്കിൽ മോഷ്ടിക്കേണ്ടതായിട്ടുള്ള, അതാണ് ഇവിടെ മിസ്ചീഫ് എന്ന് പറയുന്നത്. വിശപ്പ് കാരണം അവിടുന്ന് ഇവിടുന്ന് പറമ്പിൽ നിന്ന് ഒക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് തിന്നേണ്ട അവസ്ഥ. സോ ദേ ആർ ഫ്യൂസ്ഡ് മീൻസ് മിക്സ്ഡ് വിത്ത് ഹങ്കർ ആൻഡ് മിസ്ചീഫ്. Beat the drum of our times. They are echoing their pathetic condition. Even today, ഇന്ന് പോലും ഈ ഒരു പരിഷ്കൃത കാലഘട്ടം, നമ്മൾ പറയുന്ന സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് ആൻഡ് സൈക്കോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള ഈ കാലഘട്ടത്തിൽ പോലും ദേ ആർ ബീറ്റിംഗ് ദ ഡ്രം. ആ ഒരു ബീറ്റിംഗ് ദ ഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എക്കോയിങ് ദെയർ ലൈഫ്. അവരുടെ ജീവിതം അവര് പ്രതിധ്വനിച്ച് കാണിക്കും. താഴ്ന്ന ജാതിയിൽപ്പെട്ട കലാകാരൻ അനുഭവിക്കുന്ന ആ ഒരു കഷ്ടപ്പാട് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ആ ഒരു സമൂഹത്തിൽ, ആധുനിക സമൂഹത്തിൽ പോലും നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്താൽ മനസ്സിലാകും. ആൻഡ് ടുഡേ സാൽവേഷൻ കംസ് നോട്ട് ഫ്രം തപസ്. ഇനി കൺക്ലൂഡിങ് പാർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്റ്റ് ആൻഡ് പ്രസന്റിന്റെ ഒരു മിക്സ്ചർ ആണ് എന്ന് പറഞ്ഞു കവിത. ഇനി ടുഡേ ഇപ്പോഴെന്താണ് അവസ്ഥ? സാൽവേഷൻ കംസ് നോട്ട് ഫ്രം തപസ്. നമ്മുടെ എഴുത്തുകാരൻ, സ്പീക്കർ പറയുന്നു, സാൽവേഷൻ, മോക്ഷം എന്നത് തപസ്സിലൂടെ കിട്ടുന്ന ഒന്നല്ല. നോട്ട് ആസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഗോഡ്സ്, അല്ലെങ്കിൽ ദൈവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹവുമല്ല. മോക്ഷം പ്രാപിക്കുക എന്നുള്ളത് തപസ് ചെയ്താൽ ഉടനെ കിട്ടുന്ന ഒന്നല്ല. അതേപോലെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ വരദാനവുമല്ല. ആൻഡ് അഗനീസ് ബിക്കം ഇൻട്രോഗേറ്റീവ്, ക്വസ്റ്റ്യനിങ് എവറിത്തിങ്. ഇത് ഇവിടെ പറയുന്നത് മനഃശുദ്ധിയാണ് ഇവിടെ പറയുന്നത്. അതായത് തപസ്സിലൂടെയോ അല്ലെങ്കിൽ ദൈവങ്ങള് ഗിഫ്റ്റായിട്ട് തരുന്ന ഒന്ന് അല്ല മോക്ഷം, മറിച്ച് മനഃശുദ്ധിയിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. മനസ്സ് ശുദ്ധമായിരുന്നു കഴിഞ്ഞാൽ തപസ് ചെയ്തില്ലേലും അല്ലെങ്കിൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഡെയിലി പൂജകൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഡെയിലി ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ പോകണമെന്നൊന്നുമില്ല. നമ്മളുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ മതി എന്നുള്ള ആ ഒരു തത്വമസി എന്ന ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ആൻഡ് നോട്ട് ആസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഗോഡ്സ്. അഗനീസ് ബിക്കം ഇൻട്രോഗേറ്റീവ്, ക്വസ്റ്റ്യനിങ് ആൻഡ് എവറിത്തിങ്. അഗനീസ് മീൻസ് മെന്റൽ സ്ട്രെയിൻ. നമ്മളുടെ ആ ഒരു മാനസിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ, ദാറ്റ് ക്വസ്റ്റ്യൻസ് എവറിത്തിങ്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ആധുനികതയാണ്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന, കണ്ണടച്ച് വിശ്വസിക്കുന്നതല്ല, അന്ധവിശ്വാസമല്ല, സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് അല്ല, മറിച്ച് എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ആധുനിക തലമുറ. ആൻഡ് ഹോപ്സ് പുഷ്ഡ് എഗൻസ്റ്റ് ദ വാൾസ്. എന്നിരുന്നാൽ തന്നെയും ഹോപ്സ് പുഷ്ഡ് എഗൻസ്റ്റ് ദ വാൾ. ഹോപ്സ്, പ്രതീക്ഷകൾ അപ്പുറത്തേക്കാണുള്ളത്. അതായത് പ്രതീക്ഷയ്ക്കും അപ്പുറത്താണ് ഇപ്പോഴുള്ള കാഴ്ചപ്പാടുകൾ. ആൻഡ് വാൽമീകി റിവേർട്സ് ടു കാട്ടാളൻ, അവർ രാമായണ ഇസ് ബോൺ. ഇനി കവി പറയുന്നു, വെൻ വാൽമീകി ഇസ് റിവേർട്ടഡ് ഇൻ ടു കാട്ടാളൻ. നമുക്കറിയാം വാൽമീകി രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു ആദ്യം. അദ്ദേഹം പിന്നീട് മര എന്ന പ്രാർത്ഥനയിലൂടെ തപസ് ചെയ്ത് ഒരു പുനർജന്മം കിട്ടുന്ന വ്യക്തിയാണ്, ഒരു പുതിയ ജീവിതം കിട്ടുന്ന വ്യക്തിയാണ് വാൽമീകി. ആ ഒരു ചിതൽപുറ്റിൽ നിന്ന് വന്നതുകൊണ്ടാണ് വാൽമീകി എന്ന പേര് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്നത്. പിന്നീട് പരിഷ്കൃതനായി മാറിയതാണ്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു കാട്ടാളൻ എന്ന ആ രത്നാകരൻ, വാൽമീകിയുടെ ആദ്യത്തെ ആ ഒരു ജീവിതം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമ്പോൾ അവർ രാമായണ ഈസ് ബോൺ. അപ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്, നമുക്ക് സാൽവേഷൻ ഉണ്ടാകുന്നത്. കാരണം ഈ പുതിയ വാൽമീകി ഹൈ ക്ലാസ്സിലുള്ളതാണ്. ആ ഒരു കാട്ടാളൻ അല്ലെങ്കിൽ ആ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട വാൽമീകി, അദ്ദേഹം ആ ഒരു പഴയ രീതിയിൽ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ കാട്ടാളൻ രൂപത്തിൽ മാറുമ്പോഴായി, അങ്ങനെ പുനർജനിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു മോക്ഷം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്കുള്ള രാമായണം ഉണ്ടാകുന്നത്. അതായത് അത്രത്തോളം അസംഭവ്യമാണെന്നുള്ള ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. ആൻഡ് ഫോർ ദ സാൽവേഷൻ ഓഫ് ഓൾ,
അങ്ങനെയാണ് വി ഓൾ ഗെറ്റ് സാൽവേഷൻ. നമുക്കെല്ലാവർക്കും, അതായത് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദളിത് കമ്മ്യൂണിറ്റിയാണ്. ആ ദളിത് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ശൂദ്ര വർഗത്തിൽപ്പെട്ട അൺടച്ചബിൾ അങ്ങനെയുള്ള ആളുകൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ വാൽമീകി, രാമായണം എഴുതിയ വാൽമീകി വീണ്ടും കാട്ടാളനായിട്ട് ജനിക്കണം. ആൻഡ് ശാന്തി ടു ഓൾ. അദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുന്നത് ബൈ സേയിങ് ശാന്തി ടു ഓൾ. ശാന്തി മീൻസ് പീസ് ഓഫ് മൈൻഡ്. ആ ഒരു മനസ്സിന്റെ സമാധാനം, എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇവിടെ ശാന്തി, ആൻഡ് ദിസ് ഇസ് alluded to The Waste Land by T.S. Eliot. T.S. Eliotന്റെ The Waste Land എന്ന കവിതയുമായിട്ട് നമുക്കിതിനെ അലൂഡ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു വേസ്റ്റ് ലാൻഡ് എന്ന കവിത അവസാനിക്കുന്നത് ശാന്തി 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 എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ ഇവിടെയും എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ഈ കവിത അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, റെഫറൻസ് അല്ലെങ്കിൽ ദ സ്റ്റോറി, മിത്തോളജിക്കൽ സ്റ്റോറി ഓഫ് ശംഭുക. ശംഭുകന്റെ മിത്തോളജിക്കൽ സ്റ്റോറി എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ഒറിജിനൽ സ്റ്റോറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒറിജിനൽ രാമായണത്തിൽ ഇല്ലാത്ത കഥയാണിത്, ഉത്തരകാണ്ഡത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കവിതയാണ്. അതേപോലെ പിന്നീട് ചോദിക്കാവുന്നത് ഇതിലെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്താണ്, ഈ കവിതയുടെ പ്രാധാന്യം, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദളിത് കമ്മ്യൂണിറ്റി ആൻഡ് ദെയർ ലൈഫ്. ദളിത് കമ്മ്യൂണിറ്റിയുമായിട്ടും അവരുടെ ജീവിതവുമായിട്ടും ഈ കവിത എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ചോദിക്കാം. These are the main points. Hope you enjoyed it. Thank you.